ഒരിക്കലും ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞ് രാവിലെ ഓടി നടക്കുകയാണ്. അവൻ കരയുന്നുണ്ട്. അത് കണ്ടിട്ട് അവിടെയുള്ള ഗ്രാമവാസികളെല്ലാം ഇവരോട് ചോദിക്കും, നീ എന്തിനാ കരയണേ? അപ്പൊ അവൻ കരഞ്ഞോട് പറയാം, എൻ്റെ അമ്മേനെ കാണാനില്ല, ഞങ്ങൾ ഒരുമിച്ച് കിടന്നു വന്നു. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ കാണാൻ എങ്ങനെയാ? കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിലാണ് അവർ ചോദിച്ചത്. അപ്പൊ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ ഞാൻ ലോകത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരിയാണ്. ഈ ഒരു ഐഡിയ വെച്ച് അവർ ആ ഗ്രാമം മൊത്തം ഇവരെ അന്വേഷിക്കാം. പക്ഷെ അവർക്ക് ആ സ്ത്രീയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സമയം കഴിഞ്ഞു. അവൻ വിഷമിച്ച് ഒരു മരത്തണ്ടിരിക്കും. അപ്പൊ ദൂരെ അങ്ങ് വിളഞ്ഞെടുക്കുന്ന ഗോതമ്പ് വയലിന് ഇടയിലൂടെ ഒരു സ്ത്രീ ഓടി വന്നിവരെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സ്ത്രീയെ കണ്ട് ആ ഗ്രാമവാസികൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെടാൻ കാരണം ഇത്രേ ഉള്ളൂ, വളരെ വികൃതമായൊരു മുഖമുള്ളൊരു സ്ത്രീ. ഒരു തവണ കൂടുതലല്ലാതെ ആ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല. ആ കുട്ടി അവർക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ആ വ്യക്തി അവശേഷിപ്പിക്കുന്ന സ്നേഹവും കരുതലുമാണ്. അവന്റെ സാന്നിധ്യം വഴി ലഭിക്കുന്ന സപ്പോർട്ട് പോസിറ്റീവ് എനർജിയാണ്. ശരിക്കും നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ സൗന്ദര്യം എവിടത്തോളം ഉണ്ടെന്ന്. ആ സൗന്ദര്യ ടെസ്റ്റിൽ നമുക്ക് കണ്ണാടി ഉപയോഗിക്കണ്ട, നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. ശരിക്കും ബാഹ്യരൂപത്തിലല്ല, നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സപ്പോർട്ടും നമ്മുടെ പോസിറ്റീവ് എനർജി വഴി എത്ര അധികം പേർക്ക് നമുക്ക് കൂടുതലായിട്ട് ഈശ്വരനെ കടുപ്പിക്കാൻ പറ്റില്ല. അതായിരിക്കും ഏറ്റവും വലിയ സൗന്ദര്യം. അങ്ങനെ ലോകം പറയട്ടെ, നീയും ഞാനും എല്ലാം സുന്ദരി സുന്ദരമാണ്.